കൾ പ്രധാനമായിട്ടും വെള്ളയും നീലയും കളറിലാണ് നിലവിൽ ഓർഡിനറികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുൻഭാഗത്തും സൈഡിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് എന്താന്നല്ലേ ഇന്ന് KSRTC സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. സംഭവം നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്, അതിനാരും എതിർപ്പൊന്നുമില്ല. പക്ഷെ എനിക്കൊരു സംശയം, ഈ സാധാരണ ചിലപ്പോൾ ഈ വീട്ടമ്മമാർ അതേപോലെ തന്നെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അനുഗ്രഹമായിരിക്കും ഈ യാത്ര എന്ന് പറയുന്നത്, ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ. പക്ഷെ സ്ത്രീകളിൽ തന്നെ നല്ല ഉദ്യോഗസ്ഥകളുണ്ടാവും, അധ്യാപകരുണ്ടാവും, സർക്കാർ ജീവനക്കാരായ ഒരുപാട് ആളുകളുണ്ടാവും, അത്യാവശ്യം 2 അക്കം 3 അക്കം സാലറി വാങ്ങുന്ന ആളുകളുണ്ടാവും. ഇവരും ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തരം ബസ്സുകളിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇതും ശരിക്ക് സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണോ? നിന്റെ നേർക്ക് ചൂലെടുത്ത് വരാൻ നിൽക്കണ്ട, അവർ സ്ത്രീകളല്ലേ, അവർക്ക് വേണ്ടതെന്നൊക്കെ. സംഭവമൊക്കെ ശരി തന്നെ, അവർ സ്ത്രീകൾ തന്നെയാണ്, അവരൊക്കെ ബഹുമാനിക്കുന്നുണ്ട്, അവരൊക്കെ നല്ല രൂപത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അത്തരം തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു സംശയമാണ്. കാരണം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് വീട്ടമ്മമാർ, അതേപോലെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ആനുകൂല്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം. പക്ഷെ നല്ല സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അത്തരത്തിലുള്ള സിവിൽ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ സിവിൽ സ്റ്റേഷനിലൊക്കെ സ്ത്രീകളുടെ എത്രത്തോളം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നൊരു സംശയം. ഇനി എൻ്റെ നേർക്ക് ചീത്ത പറഞ്ഞ് വരണ്ട, ചൂലെടുക്കാൻ വരണ്ട, പൊങ്കാല ഇടാൻ വരണ്ട, എന്താ അവർ സ്ത്രീകളല്ലേ, അവർക്ക് എന്താ നൽകിയാൽ എന്നൊന്നും പറഞ്ഞ് വരാൻ നിൽക്കണ്ട. എൻ്റെ ഒരു സംശയമാണ്. സംഭവം എന്തായാലും സെറ്റാണ്, നടന്നു പോകട്ടെ, അതിനൊന്നും എതിർപ്പില്ല. പക്ഷെ ഈ സംശയം പറയാതിരിക്കാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങടെ ഒരു സംശയം കൂടിയും ഈ സംശയത്തിന്റെ ഉത്തരം ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ബൈ. 13 ബസ് നിലവിൽ പെരിന്തൽമണ്ണ ഡിപ്പോന്ന് തന്നെ സ്ത്രീകൾക്ക് പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കാണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ബസ് കുറവാണ് എന്നുള്ളൊരു ആരോപണമൊന്നും ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നിലവിലെ ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമായിട്ടുള്ളത്. അത് ബസ്സുകൾ പ്രധാനമായിട്ടും വെള്ളയും നീലയും കളറിലാണ് നിലവിൽ ഓർഡിനറികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുൻഭാഗത്തും സൈഡിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പ്രത്യേകം സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. പ്രധാനമായും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്രയല്ലേ എന്ന് കരുതിയിട്ട് ആരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല. ചെക്കർ കയറുന്ന സമയത്ത് 0 ടിക്കറ്റ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഫൈൻ ഈടാക്കുന്നതാണെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്ത സ്ഥലം കഴിഞ്ഞിട്ട് ഇറങ്ങുകയോ അതോ സ്ഥലത്തിന് മുമ്പ് ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് കണ്ടക്ടറെ അറിയിക്കണം. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതിനും ഫൈൻ ഈടാക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ കൂടെ 4 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ലഗേജുകൾ ഉണ്ടെങ്കിൽ അത് നിലവിലെ പോലെ തന്നെ ഒരു ടിക്കറ്റിന് 15 കിലോ ഫ്രീ ആയിട്ട് അലൗഡ് ആണ്. ലഗേജ് 15 കിലോ വരെയുള്ള ലഗേജിന് അധികമായിട്ട് ചാർജ് ഒന്നും നൽകേണ്ടതില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്.